ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തിൻ്റെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീച്ചത് അടുക്കളയിൽ തന്നെയാണ് കയറുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോസായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് തന്നെ പപ്പായയെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പായ, എനിക്കും നല്ല ഇഷ്ടമാണ്. ഇത് ഡൈജഷനും ഒക്കെ നല്ലതായത് കാരണം ഞങ്ങളെപ്പോഴും ഇങ്ങനെ പപ്പായ മേടിക്കും. വേറെ അങ്ങനെ അധികം ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇതുപോലെ പപ്പായൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം വലിയ പപ്പായൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്ന് വെച്ചാൽ സോഫയൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഞാൻ നീക്കി വെച്ച് ക്ലീൻ ചെയ്യാനും നിൽക്കില്ല. ഇതുപോലെ മാസത്തിലൊരിക്കൽ അല്ലെ പിന്നെ 1-2 ആഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ പിന്നെ അതിൻ്റെ കാലൊക്കെ ഇളകി പോവുമല്ലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഷോ പീസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ ബേബി വൈപ്സ് ഒക്കെ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകാൻ പറ്റുന്ന ഇതൊക്കെയാണ്. പക്ഷേ എങ്കിലും എനിക്കത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ എപ്പോഴും ഇങ്ങനെ ഇട്ട് കഴിയുമ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് കേടുവന്നു പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വൈപ്സൊക്കെ വെച്ചിട്ടാണ് തുടയ്ക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ടിത് ക്ലീൻ ചെയ്യാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ ടോയ്സ് എപ്പോഴും ഈ സോഫീൻ്റെ അടിയിൽ അവൻ ഇട്ട് വെക്കും. അവൻ്റെ കയ്യിൽ നിന്നൊന്നുമില്ലേ താഴെ വീണ് പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഞാൻ കുറേ അടിച്ചു വാരുമൊക്കെ ചെയ്ത് അവൻ്റെ അടിയിൽ സോഫയുടെ അടിയിൽ അങ്ങനെ ചോക്ലേറ്റിൻ്റെ കവറും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവരൊക്കെ ഉറങ്ങി എണീറ്റപ്പം ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചു, തലേണയൊക്കെ ഒന്ന് നേരാക്കി. ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ പെട്ടെന്ന് നമ്മുടെ വീട് വൃത്തികേടായിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എപ്പോഴും ചെയ്യും. പിന്നെ ഡസ്റ്റ്ബിന്നൊക്കെ ഒന്ന് കഴുകി വെച്ചു, വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട്. പിന്നെ കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്ത് ഇതൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ തണുപ്പൊക്കെ ആയത് കാരണം ചെടിയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടിയിരിക്കുകയാണ്. പിന്നെ മോന് കുളിക്കാൻ വെള്ളം വെച്ചു. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി, ഏട്ടനും കുഞ്ഞും ഞാനൊക്കെ കൂടെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ഇതുപോലെ ഗ്യാസിൻ്റെ അസിഡിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനൊരു ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോയതാണ്, ഏട്ടനെയും കൊണ്ടും പിന്നെ മോനെയും ചെറുതായി കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ BSFൻ്റെ ഹോസ്പിറ്റല്. അത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എപ്പോഴും പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നലെ സൺഡേ ആയത് കാരണം പിന്നെ അധികം പേഷ്യൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലേ. പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഏട്ടൻ്റെ ഓഫീസിൻ്റെ അവിടുത്തെ എന്ന് വെച്ചാൽ IG-ൻ്റെ ഫ്രണ്ടിലൊരു റൂമുണ്ട്. IG ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊരു ഹോളുണ്ടെന്ന് വെച്ചാൽ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് വിസിറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇവിടെയാണ് വന്നിരിക്കുക, IG-നെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ. അപ്പോൾ ഇത് IG-ൻ്റെ റൂമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നെയിം പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഫോട്ടോ കൊടുത്തതാണ്. പിന്നെ നമ്മുടെ BSFൻ്റെ ഇതാണ് BSFൻ്റെ IG ഇരിക്കുന്ന റൂമാണ് ഇത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടൻ്റെയൊക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏട്ടന് ഓഫീസിലേക്ക് വന്നതാണ്, എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ പിന്നെ ഓഫീസിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഓഫീസിലേക്ക് വന്നതാണ്. എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഓഫീസിലൊക്കെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ വെറുതെ വന്നതാണേ. പിന്നെ മോമ അവിടെ പോയി കളിക്കുകയോ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ ജോലി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അവിടുത്തെ ഓഫീസിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. കാരണം എനിക്കിതൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ബോറടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവനവിടെ ഒരു അലമാര ഉണ്ടായിരുന്നു, ലോക്ക് ചെയ്യാൻ പറ്റുന്ന അലമാരയൊക്കെയാണ്. അപ്പോൾ അവൻ അതിനകത്ത് കുറേ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അത് ലോക്ക് ചെയ്ത് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓഫീസിൽ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ പുറത്താണ് പോയത്. അവൻ പറഞ്ഞ് അവന് ടോയ്സ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ടോയ്സൊക്കെ മേടിക്കാൻ പോയി. പിന്നെ അവൻ ലോലിപോപ്പും അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. ഞാനും പിന്നെ ഏട്ടന് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ORSൻ്റെ പൊടിയൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഗ്യാസും അസിഡിറ്റിയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ORS ൻ്റെ പൗഡറൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു.
എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കടയിലേക്കാണ്. കടയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇതൊക്കെ കിട്ടുന്നത് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. ഞാൻ അവിടെയും പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നമ്മളിവിടെ ജ്യൂസ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വെറുതെ എടുത്താണ്. അങ്ങനെ ഇഷ്ടം പോലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ അവൻ പറഞ്ഞ് അവന് ജ്യൂസ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കണ്ണ് മൊത്തം പോകുന്നത് ചോക്ലേറ്റിക്കാണ്. ഏട്ടൻ പറഞ്ഞു ജ്യൂസ് മതി, ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് മേടിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.